Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay, കഴിഞ്ഞ ദിവസത്തൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? നോക്കിയിരുന്നോ? ഇതൊക്കെയാണ് ഡൗട്ടുകൾ. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് എവിടെ വരെ എടുത്ത് നിർത്തിയത്? ഓക്കെ, നോക്കാം. ഓക്കെ, ഡെർമറ്റോളജി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഡെർമറ്റോളജി. ഓക്കെ, നിങ്ങളുടെ ഭയങ്കര എല്ലാവരും ഓർമ്മയിലുണ്ടാവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്? ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ? അവിടെ തീർച്ചയായിട്ടും ഇയറും നോസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെ, എന്തെങ്കിലും ഡിസീസുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ENT ഡോക്ടറുടെ സേവനമാണ് തേടേണ്ടി വരുന്നത്. ഓക്കെ, ENT ഓർത്ത് വയ്ക്കുക. ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട്, അത്തരത്തിലുള്ള ഇൻഫെക്ഷൻ അല്ലെ, ഇയർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസ് ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനങ്ങളാണ് തേടേണ്ടി വരുന്നത്. As the name indicates, this department deals with the ailments concerned with the ear, nose and throat. Okay, ഈ ഒരു ENT വിഭാഗം തീർച്ചയായിട്ടും ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഏത് വിവാഹത്തിലുള്ള അസുഖങ്ങളെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത്? ഇയറും നോസുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. എയിൽമെന്റ്സ്, ഡിസീസസ് അല്ലെ, ഈ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഏതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെയാണ്? ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കാം. എയിൽമെന്റ് വരുമ്പോൾ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കേണ്ട. ഡിസീസസ്, അതുമായി ബന്ധപ്പെട്ട ഡിസീസുകൾക്ക് നമ്മൾ തേടേണ്ടി വരുന്നത് ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനമാണ്. A doctor who is trained in the medical and surgical treatment of the ear, nose, throat and related structures of the head and neck is generally referred to an ENT surgeon specialist. Okay, അതുപോലെ തന്നെ ഓട്ടോലാറിഞ്ചോളജിസ്റ്റ്, അങ്ങനെ 3 പേരിൽ ഈ ENT സ്പെഷ്യലിസ്റ്റുകൾക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ENT സർജൻ എന്ന്, ENT സ്പെഷ്യലിസ്റ്റ് എന്ന്, ENT തന്നെ അല്ലെ അവിടെ സ്പെഷ്യലായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ഉള്ള ഡോക്ടേഴ്സ്, അതിന്റെ
വൈവിധ്യമായിട്ടുള്ള കഴിവുകൾ നൈപുണ്യം നേടിയിട്ടുള്ള ഡോക്ടേഴ്സിനെ തന്നെ പറയുന്ന പേരാണ് ഓട്ടോലാറിഞ്ചോളജിസ്റ്റ്. ഈ പേര് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചിട്ട് ENT-യുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഹു ഈസ് ട്രെയിൻഡ് ഇൻ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഇയർ ആൻഡ് നോസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അല്ലെ ഇതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സർജറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ നമുക്കറിയാം വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ENT സർജൻ എന്ന, ENT സ്പെഷ്യലിസ്റ്റ്, ഓട്ടോലാറിഞ്ചോളജിസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, ചുറ്റുനിലങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാവും. ഓക്കെ, മെസ്സേജുകളൊക്കെ ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പൊ ജസ്റ്റ് മെസ്സേജ് ചെയ്തപ്പോ എനിക്ക് തോന്നുന്ന ഡൗട്ടാണ്, പക്ഷെ നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത മെസ്സേജാണ്. എനിവേ മെസ്സേജസ് എന്തെങ്കിലും വിട്ടുപോയാൽ വീണ്ടും മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് പേജുകളൊന്ന് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൈക്ക് കയറ്റേണ്ടൊക്കെ വരുമ്പോൾ മെയിൻ പേജിലേക്ക് പോകേണ്ടതായിട്ട്. ഓക്കെ, പേജ് നമ്പർ 12 13 അല്ലേ? ഓക്കെ, നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഈ ENT-യുടെ കാര്യങ്ങളാണ്. ENT ഡോക്ടേഴ്സിനെ വിളിക്കുന്ന പേരുകൾ ഓർത്ത് വെക്കുക. ENT സർജൻ സ്പെഷ്യലിസ്റ്റ് നമ്മൾ നോർമലി കേട്ടിരിക്കുന്ന പദമായിരിക്കാം. പക്ഷെ ഓട്ടോലാറിഞ്ചോളജിസ്റ്റ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അത് ENT-യുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ്. ഓക്കെ, ENT എന്ന് പറയുമ്പോൾ ഇയർ നോസും ത്രോട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സർജറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ENT ഡിപ്പാർട്ട്മെന്റ്. വീണ്ടും അതിൽ നമുക്ക് നോക്കാവുന്നത് പാർട്സ് കവേർഡ് അണ്ടർ ദിസ് സ്പെഷ്യാലിറ്റി ഇൻക്ലൂഡ്സ് ഇയർ നോസ് ആൻഡ് നാസൽ പാസേജസ്, sinus, larynx, voice box, oral cavity, and mouth and throat, as well as the structure of the neck and face. അതായത് കവർ ചെയ്യുന്ന ഭാഗം ജസ്റ്റ് എന്താ പറയാ, നമ്മള് അല്ലേ നോസും ത്രോട്ടും മാത്രമല്ല അല്ലെ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ പല ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. പല ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഡിസീസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ട് പറയുന്നത് ഇയർ, നോസ് ആൻഡ്, ഞാൻ ഐ റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞു തോന്നുന്നു, സോറി, ഇയർ, നോസ് ആൻഡ് നാസൽ പാസേജസ്. നാസൽ പാസേജസ് എന്ന് പറയുന്നത് എന്താണ്? നാസൽ പാസേജസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതായത് നമുക്ക് അല്ലെ അവിടെ എന്തെങ്കിലും കണ്ണുനീരൊക്കെ ഒഴുകി പോകേണ്ട ഒരു വഴികളുണ്ട് അല്ലെ, കൃത്യമായിട്ട് തന്നെ ആ പാസേജസിലേക്ക് കൂടെ തന്നെ പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എല്ലാത്തിലും അല്ലെ എല്ലാ തരത്തിലുള്ള രോഗപരിചരണ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ENT ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വയ്ക്കുക എന്താണ് നാസിക ദ്വാരം, അതേമാതിരി തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട് അതിന്റെ കണ്ണുനീരൊക്കെ ഏതെങ്കിലുമൊക്കെ ആ നാളുകളൊക്കെ അടഞ്ഞു പോയാലും ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനങ്ങളാണ് തേടേണ്ടി വരുന്നത്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുമ്പോൾ നമ്മൾ ഓർക്കും ENT എന്ന് പറയുമ്പോൾ ഇയറും നോസും ത്രോട്ടുമായി ബന്ധപ്പെട്ടതാണല്ലോ എന്ന് ഓർക്കും. പക്ഷെ ഐയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ കൂടി നമ്മൾ ഐയുടെ സ്പെഷ്യലിസ്റ്റിനൊക്കെ നമുക്കറിയാം പ്രത്യേകമായിട്ട് തന്നെ അവിടെ നമ്മൾ സ്പെഷ്യലിസ്റ്റിന്റെ സേവനങ്ങളൊക്കെ തേടും. പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടെയും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസസിനെ കുറിച്ചിട്ട് കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. അതായത് ടിയർ ഡക്ട് പ്രോബ്ലംസ്. അതായത് ടിയർ ഡക്ട് പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ കണ്ണുനീര് അല്ലെ, ആ കണ്ണുനീര് അത് അല്ലെ കൃത്യമായിട്ട് തന്നെ ഒരു ഒഴുക്ക് വേണം അല്ലെ, അല്ലെങ്കിൽ അമിതമായിട്ട് കണ്ണുനീര് വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്കറിയാം കണ്ണുനീര് ഉത്പാദിപ്പിച്ചില്ലെങ്കിലും പ്രശ്നങ്ങളാണ് അല്ലെ. എല്ലാത്തിനും എല്ലാ തരത്തിലുള്ള ദ്രാവകങ്ങളും ഉത്പാദിപ്പിക്കണം. ഇതല്ലെങ്കിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അല്ലെ. ഒരു ബോഡിയുമായി ബന്ധപ്പെട്ട് അത് വിസർജി അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള സമയങ്ങളിലൊക്കെ സ്പ്രെഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് എക്സ്ട്രീംസ് അല്ലെ, അത് പുറന്തള്ളേണ്ട സാഹചര്യങ്ങളിലൊക്കെ പുറന്തള്ളണം. ഇൻ കേസ് എന്തെങ്കിലും പുറന്തള്ളാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമാണ്. നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടൊക്കെ ട്രീറ്റ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, നാസൽ പാസേജ് എന്ന് പറയുമ്പോൾ മൂക്കിലൂടെയുള്ള ദ്വാരം അല്ലെ, അവിടെ തീർച്ചയായിട്ടും അതെല്ലാം ക്ലിയർ ഔട്ട് ആവണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ ദശയൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ENT-യുടെ സേവനങ്ങളാണ് നേടേണ്ടി വരുന്നത്.
ഓർത്ത് വെക്കുക, the parts covered under this specialty includes ears, nose and nasal passages, then sinus, larynx, voice box, ശ്വസനനാളവുമായി ബന്ധപ്പെട്ട്, then oral cavity and mouth and throat. അതായത് വായ അല്ലെ, നമുക്കറിയാം ജസ്റ്റ് വായ മാത്രമല്ല, അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴല്ലേ, അതായത് ശ്വസനനാളം ഇതെല്ലാം തന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറെ ട്രീറ്റ്മെന്റുകളൊക്കെ ആവശ്യമുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസീസസ് വരുമ്പോഴാണ് അതുമായിട്ടുള്ള സ്പെഷ്യലിസ്റ്റിന്റെ സേവനങ്ങൾ തേടേണ്ടി വരുന്നത്. ആസ് വെൽ ആസ് സ്ട്രക്ചർ ഓഫ് ദ നെക്ക് ആൻഡ് ഫേസ്, ഘടനയ്ക്കും അല്ലെ നമ്മുടെ കഴുത്തിന്റെ ഫേസിന്റെ ഒക്കെ ഘടനയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനങ്ങൾ തേടേണ്ടി വരുന്നു. Okay, it includes the treatment of a variety of ailment like, എന്താണ് ailments എന്ന് പറയുന്നത്? Ailments എന്ന് പറയുമ്പോൾ ailments ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു പോയിരുന്നു, ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ എയിൽമെന്റ്സ് കൺസേൺഡ് വിത്ത് ദ ഇയർ. എന്താണ് എയിൽമെന്റ്സ് എന്ന് പറയുന്നത്? ഡിസീസസ്, അതിന്റെ മറ്റൊരു പദമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എയിൽമെന്റ്സ്. ഓക്കെ, ഞാൻ ടഫ് ആയിട്ടുള്ള വേർഡ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വീണ്ടും നമുക്ക് ഇൽനെസ്, അസുഖങ്ങൾ. അതേമാതിരി തന്നെ ഓട്ടോലാറിഞ്ചോളജിസ്റ്റ് നമുക്കറിയാം, അത് ഓർത്ത് വെക്കുക. ആ ഒരു പദം കൂടി നിങ്ങൾ എപ്പോഴും കേട്ടുന്നതല്ല, സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇൽനെസ്. ഓക്കെ, ഇല്ലായിട്ടുള്ള അസുഖങ്ങൾ അല്ലെ, അതിനൊക്കെ എയിൽമെന്റ്സ് അല്ലെങ്കിൽ ഡിസീസസ് എന്നൊക്കെ വ്യത്യസ്ത പേരുകളിലൊക്കെ അറിയപ്പെടും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട അല്ലെ ENT-യുമായി ബന്ധപ്പെട്ട ജസ്റ്റ് ഓർത്ത് വെക്കരുത്, ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട് മാത്രമല്ല അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി അസുഖങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇയർ, നോസ് ആൻഡ് നാസൽ പാസേജസ്, then sinuses, larynx, oral cavity and mouth and throat, as well as the structure of the neck and the face. Okay, എല്ലാവരും ഓക്കെ അല്ലേ? ഏതെങ്കിലും കിട്ടാത്തതുണ്ടോ? സൈനസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അറകളൊക്കെ ഉണ്ടാവും അല്ലെ, എല്ലാത്തിലും അറകളുണ്ട്. അതിന്റെ അറകളിലൊന്നും ഈ പറഞ്ഞ നീർക്കെട്ടൊന്നും വരരുത് അല്ലെ. നമുക്ക് മൂക്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ അറകളിലൊക്കെ ഫ്രീ ആയിരിക്കണം അല്ലെ, എവിടെയെങ്കിലൊക്കെ കുറച്ച് നീർക്കെട്ടൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തോട് കൂടിയിട്ടായിരിക്കും ഈ അറകളിലൊക്കെ എന്തെങ്കിലും നീർക്കെട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ അത് നീക്കം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വോയിസ് ബോക്സിൽ അല്ലെ, എവിടെയാണെങ്കിലും മൂക്കിലാണെങ്കിലും നമ്മുടെ ശ്വസനനാളത്തിൽ നമുക്കറിയാം ശ്വാസം നല്ല കൃത്യമായിട്ട് തന്നെ ശ്വസിക്കാനായിട്ട് പറ്റാത്തതിന്റെ സ്ഥിതിവിശേഷം എവിടെയെങ്കിലും ഈ കഫം അല്ലെങ്കിൽ നീർക്കെട്ടുകളൊക്കെ അടിഞ്ഞുകൂടിയിട്ടായിരിക്കും അരികിലേ. യെസ്, അപ്പോ അതിനെ നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ENT സ്പെഷ്യലിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇത്തരത്തിലെ വോയിസിൽ എന്തെങ്കിലും നമ്മുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വോയിസ് എടുക്കാൻ പറ്റുന്നില്ല, ശ്വാസം നല്ല ഗതി രീതിയിൽ നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല, സോ അവിടെ ഏതെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ സംഭവിച്ചിട്ടായിരിക്കും ഇതിനൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ഔട്ട് ചെയ്യുന്നത് നമുക്കറിയാം ENT സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. സൈനസ് ആണോ? സൈനസ് ലാറിങ്സിനെ കുറിച്ചിട്ടാണോ? ചോദിച്ചോളൂ എന്തെങ്കിലും. സൈനസ് എന്ന് പറയുമ്പോൾ അല്ല, സൈനസ് ലാറിങ്സും രണ്ടും സെപ്പറേറ്റ് ആണ്. സൈനസസ് എന്ന് പറയുമ്പോൾ ഒരു കോമ വേണം. ലാറിങ്സിന് നമുക്കറിയാം വോയിസ് ബോക്സ് കൂടി ഉണ്ട്, മറ്റൊരു പദം ഉണ്ട് വോയിസ് ബോക്സ്. ഓക്കെ, ക്ലിയർ ആണോ? സൈനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മൂക്കിലൊക്കെ ശ്വസനം ക്ലിയർ ഔട്ട് ആയ എന്തെങ്കിലും മറകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഫോ നീർക്കെട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ഡോക്ടറിന്റെ സേവനം ചെയ്യേണ്ടി വരുന്നു. വോയിസ് ബോക്സിലും, അതായത് ലാറിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് പറയുമ്പോൾ അല്ലെ നമുക്കറിയാം ശ്വസനനാളത്തില്, അതായത് അവിടെ നമുക്കറിയാം ശ്വസനനാളം മാത്രമല്ല നമുക്ക്
സൗണ്ട് അല്ലെ ക്ലിയർ ഔട്ട് ആയിട്ട് ചെയ്യാനായിട്ട് അവിടെയും നമുക്കറിയാം നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെ സേവനങ്ങൾ തേടേണ്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് താഴേക്ക് പോകാം. ENT ഡോക്ടറിന്റെ സേവനങ്ങൾ അപ്പൊ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇയർ അല്ലെങ്കിൽ നോസ് അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, തൊണ്ടയും ഇതൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നോസ് ആൻഡ് നാസൽ പാസേജസ്. ഓക്കെ, അതും നമുക്ക് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയതാണ് അല്ലെ. നോസ് ആൻഡ് നാസൽ പാസേജസ് എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം മൂക്കിലൂടെ അല്ലെ കൃത്യമായിട്ട് ഈ നാളുകളിലൂടെ കാര്യങ്ങളൊക്കെ അല്ലെ ക്ലിയർ ഔട്ട് ആയിട്ട് പോകണം. ആ കുഴലുകളിലൊന്നും യാതൊരു തരത്തിലെ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. ഓക്കെ, നോക്കാം നോസ് ആൻഡ് ത്രോട്ട്. നോസ് ആൻഡ് നാസൽ പാസേജ് നമ്മൾ പറയില്ലേ മൂക്കിൽ ദശ വരുന്നു അങ്ങനെയൊക്കെ വരില്ലേ. അതായത് നമുക്കൊരു കൃത്യമായിട്ടുള്ള നോസിന്റെ ആ പാസേജ് ഉണ്ട് അല്ലെ, അവിടെ ഇപ്പൊ എന്തെങ്കിലും ദശ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം തടസ്സമുണ്ടാകും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അറകളിൽ നീർക്കെട്ടുണ്ടായാലും ഈ പറഞ്ഞ എന്തെങ്കിലും ഫ്ലൂയിഡ് ഒക്കെ അടിഞ്ഞു കൂടിയാലും നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ നോസൽ പാസേജ് അല്ലെ നമ്മുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒടിവോ അല്ലെങ്കിൽ ഇപ്പൊ അതുമാത്രം എന്തെങ്കിലും അളവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്കറിയാം ഡോക്ടറുടെ സേവനം തേടേണ്ടി വരും. അതേമാതിരി തന്നെ ഈ പാസേജിൽ എന്തെങ്കിലും ദശ നാസൽ പാസേജ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതെല്ലാം തന്നെ അല്ലെ കൃത്യമായിട്ട് തന്നെ ശ്വാസനോ അല്ലെ ഭക്ഷണമോ അല്ലെങ്കിൽ ശബ്ദമോ ഒക്കെ കൃത്യമായിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, കേൾവിയുടെ കാര്യമാണെങ്കിൽ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ഇതുകളൊക്കെ ഉണ്ട് അല്ലെ, ചെറിയ ചെറിയ അസ്ഥികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെവിയിലാണെങ്കിൽ. അപ്പൊ എന്തെങ്കിലും സംതിങ് റോങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് ഡോക്ടറിന്റെ സേവനം ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസീസിനെ കുറിച്ചിട്ട് താഴേക്ക് വിളിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെയാണ് താഴേക്ക് പറഞ്ഞു പോകുന്നത് നോക്കാം. ജനറൽ ഇയർ നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ്. നമ്മൾ സാധാരണ രീതിയിൽ അല്ലെ നമ്മുടെ ചെവി മൂക്കും ത്രോട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങള്. നെക്ക് ലങ്സ്, അതായത് തൊണ്ടയിലൊക്കെ എന്തെങ്കിലും മുഴകളൊക്കെ വരുമ്പോൾ. ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. ഓക്കെ, നെക്ക് ഏരിയകളിലും അല്ലെങ്കിൽ ഹെഡിലൊക്കെ എന്തെങ്കിലും ക്യാൻസറുകളൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഡക്ട് പ്രോബ്ലംസ് ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ണുനീരും അല്ലുമായി ബന്ധപ്പെട്ടതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ജന്മനാ തന്നെ ചിലപ്പാണെങ്കിൽ എന്തെങ്കിലും സംതിങ് റോങ് ആയിരിക്കും. ചിലപ്പോൾ വളർന്നു വരുമ്പോഴൊക്കെ അതൊക്കെ മാറാനൊക്കെ ആയിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ അതൊക്കെ അടഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ പ്രോബ്ലംസുകളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യണം. ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡർ. ഓക്കെ, ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡർ നമുക്കറിയാം കേൾവിയുമായി ബന്ധപ്പെട്ട് അല്ലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് പരിഹരിക്കാൻ അല്ലെ കുറച്ചും കൂടി ഏജിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. സോ ENTയുടെ ഡോക്ടേഴ്സിന്റെ അല്ലെ സേവനത്തോട് കൂടിയിട്ടായിരിക്കും അതിന് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സഹായത്തോട് കൂടിയിട്ടൊക്കെ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്. സ്നോറിങ്. എന്താണ് സ്നോറിങ്? എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അവിടെ ഇടയ്ക്ക് ഇതൊരു ഡിസീസ് തന്നെയാണ് അല്ലെ കുറുക്കം വലി. സ്നോറിങ്, അമിതമായിട്ട് കുറുക്കം വലിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടറിന്റെ സേവനങ്ങളൊക്കെ തേടേണ്ടതായിട്ട് വരും. പിന്നെ ENT അലർജി പ്രോബ്ലം. ഓക്കെ, എന്തെങ്കിലും നമുക്ക് അല്ലെ ചെവിയിലാണെങ്കിൽ മൂക്കിലാണെങ്കിലൊക്കെ എന്തെങ്കിലും അലർജിറ്റിക് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ, ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക കണ്ണുനീര് അതായത് മൂക്കിലേക്ക് ഒഴുകി പോകേണ്ടതുണ്ട് അല്ലെ. തീർച്ചയായിട്ടും കണ്ണുനീര് നമുക്ക് അല്ലെ അത് എക്സ്റേ ചെയ്യേണ്ടതാണ്, പുറം തള്ളേണ്ടതാണ് കറക്റ്റ് ആയിട്ടുള്ള ടൈമിന്. സോ ആ നാളിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കണ്ണുനീര് ഉത്പാദിപ്പിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും കണ്ണുനീര് ഉത്പാദിപ്പിക്കുകയും വേണം. അത് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണുനീരൊക്കെ എപ്പോഴാണ് ഉത്പാദിപ്പിക്കുക, നമുക്ക് വിഷമമൊക്കെ വരുമ്പോഴും അല്ലെ എന്തെങ്കിലുമൊക്കെ സംതിങ് കേസുകളിലൊക്കെ കണ്ണുനീര് വരും. പക്ഷെ അങ്ങനെ കണ്ണുനീര് വരാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ സേവനം തേടേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ നാളുകളിൽ സ്നോറിംഗ് എന്ന് പറയുമ്പോൾ കൂർക്കം വലിക്കില്ലേ രാത്രി ഉറങ്ങുമ്പോൾ ഒക്കെ ഉറക്കം വരാം അല്ലെ. ചിലവരൊക്കെ ഭയങ്കര ഡിസ്റ്റർബഡ് ആയിട്ട് കൂർക്കം വലിക്കും അല്ലെ. അപ്പൊ അതും ചില രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള നോസിന്റെ അല്ലെ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്കിംഗ് ആവാത്തത് കൊണ്ടായിരിക്കും. സോ
തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടും ഡോക്ടറുടെ സേവനം തേടേണ്ടി വരുമ്പോൾ ഏത് ഡോക്ടറിന്റെ സേവനം തേടേണ്ടി വരുന്നത് ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്. അതും ഒരു ടൈപ്പ് ഡിസീസസ് തന്നെയാണ്. ENT അലർജി പ്രോബ്ലം ഓക്കെ അല്ലേ? ക്ലിയർ ആയി പോകുന്നില്ലേ? ENT അലർജി പ്രോബ്ലംസ് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അലർജി അല്ലെ, ചൊറിയുകയോ അല്ലെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനം നേടണം. സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്. എന്താണ് സലൈവറി എന്ന് പറയുന്നത്? ഉമിനീർ ഗ്രന്ഥി. ആവശ്യത്തിന് ഉമിനീരൊക്കെ വേണം അല്ലെ? നമുക്ക് സംസാരിക്കണേ തന്നെ കൃത്യമായിട്ടുള്ള ഉമിനീര് വേണം. ഭക്ഷണം ഇറക്കണമെങ്കിൽ നമുക്ക് ഉമിനീര് വേണം അല്ലെ? തീർച്ചയായിട്ടും വേണ്ടേ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും അല്ലെ ഇത് ഏതെങ്കിലും തരത്തില് നമ്മൾക്ക് ഡിസീസസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കൃത്യമായിട്ട് ENT ഡോക്ടറിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്. ഓർക്കുക ഇത്തരത്തില് അല്ലെ ജസ്റ്റ് നോക്കുമ്പോൾ എയർ നോസ് അല്ലെ അവിടെ ത്രോട്ട് ജസ്റ്റ് അങ്ങനെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്ലെ അത് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തോട് കൂടിയിട്ടാണ്. വോയിസ് ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു വോയിസുമായി ബന്ധപ്പെട്ട് അല്ലെ നമ്മളെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കറിയാം വിക്കല് പോലെയുള്ള ഇതുകളൊക്കെ വരുമ്പോഴും അല്ലെ അതൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനമാണ് തേടേണ്ടതായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ാണോ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാത്തതുണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റിയില്ലേ? ഓക്കെ, അപ്പോ നമ്മൾ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒറ്റോളാറിഞ്ചോളജിസ്റ്റ് തന്നെ ഇതില് എല്ലാ തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വേർഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഡിസീസസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ളത് ടിയർ ഡക്ട് പ്രോബ്ലംസ്, അതേമാതിരി തന്നെ ബാക്കി വേർഡുകൾ സ്നോറിംഗ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട്. സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഉമിനീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ കണ്ണുനീർ നാളെ അല്ലെ കണ്ണുനീരിന്റെ നാളേക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യുന്നത് ENT സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഡോക്രിനോളജി. എന്താണ് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്? ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ടത്. അതായത് അന്തസ്രാവ ഗ്രന്ഥികൾ, ഗ്ലാൻഡുകൾ അല്ലെ, നമുക്ക് കുറെ ഗ്ലാൻഡുകളുണ്ട്. എൻഡോക്രിനോളജി ഹോർമോണുകളല്ലേ, നമ്മുടെ ഹോർമോണുകൾക്ക് ഹോർമോൺ ഗ്രന്ഥികളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ആ ഹോർമോണുകൾ നമ്മൾ അല്ലെ കൃത്യമായിട്ടുള്ള പരിചരണം ഒന്നും കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ബാലൻസ് ചെയ്ത് ശരീരത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത അവസ്ഥ വരും അല്ലെ. ഇൻ കേസ് നമുക്ക് ഉറക്കം വരുന്നതിനും അല്ലെ എല്ലാത്തിനും നമുക്കറിയാം വളർച്ച വേണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഹോർമോൺസുകൾ അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത് ആവശ്യമാണ്. സോ ഇത്തരത്തിലുള്ള ഹോർമോണുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചേക്കണം കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ അല്ലെ ഗ്ലാൻഡുകളെ കുറിച്ചിട്ട് പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ, ഓർമ്മയിലൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട അല്ലെ വളർച്ചകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹോർമോൺ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് ഡോക്ടറുടെ സേവനമാണ് തേടേണ്ടി വരുന്നത്? എൻഡോക്രിനോളജി ഡോക്ടറുടെ സേവനമാണ്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമാണ് നമുക്ക് തേടേണ്ടി വരുന്നത്. ഓക്കെ, നമുക്ക് താഴേക്ക് നോക്കാം. എന്താണ് endocrinology അല്ലെ? Endocrinology is the study of a medicine that relates to the endocrine system. ഗ്രന്ഥി സിസ്റ്റം അല്ലെ, അതിന്റെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് endocrinology എന്ന് പറയുന്നത്. The body endocrine system includes the pancreas, the thyroid, parathyroid, pineal, hypothalamus, adrenal and pituitary glands, and the ovaries and testes. ഓക്കെ, പലതരത്തിലുള്ള ഹോർമോൺസുകളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ദ ബോഡി എൻഡോക്രൈൻ അല്ലെ, അവിടെ നോക്കാം ഓരോന്നും നമുക്ക് മനസ്സിലാക്കി പോവാം.
ജസ്റ്റ് ഇതൊന്നും ബൈഹാർട്ടൊന്നും പഠിക്കേണ്ടത്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നതന്നെ ഉള്ളൂ. ഓർത്ത് വെക്കുക, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സേവനങ്ങൾ തേടേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ പാൻക്രിയസ് എന്താണ്? പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രത്യേകത പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നത്, അല്ലെ? ഇൻസുലിന്റെ അളവൊക്കെ ക്രമീകരിക്കുന്നത്. അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് അത് തീർച്ചയായിട്ടും ഇൻസുലിൻ ഉത്പാദിപ്പിച്ച് പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നത്. യെസ്, ഇൻസുലിൻ അല്ലെ, അത് പാൻക്രിയാസ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ പഞ്ചസാര അളവിനെ ക്രമീകരിക്കുന്നത്. ഷുഗർ ഒക്കെ വരുന്ന പേഷ്യൻസ് അല്ലെ, അതിനെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കാതെ വരുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ സാധാരണ രീതിയിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്, പഞ്ചസാരയുടെ അളവൊക്കെ ക്രമീകരിച്ചു പോകുന്നുണ്ട്. പക്ഷെ സംതിങ് അല്ലെ, ചില ഈ പാൻക്രിയാസ് ഗ്രന്ഥികളുടെ പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉത്പാദിപ്പിക്കാൻ പറ്റില്ല, ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസീസസ് അല്ലെ നമുക്കറിയാം. കൃത്യമായിട്ട് തന്നെ എന്താണ് നമ്മുടെ എൻഡോക്രിനോളജിയുടെ അവിടുത്തെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ചെയ്തേണ്ടതായിട്ട് വരും. ഓക്കെ, ഒരുപാട് ഡീപ്പായിട്ട് മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ ഒന്ന് ഓക്കെ അല്ലേ? ഇതാണ് ഇൻസുലിൻ. ഓക്കെ, ഓർത്ത് വയ്ക്കാം പാൻക്രിയാസ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ തൈറോയിഡ്, പാരാതൈറോയിഡ്. എന്താണ് പാരാതൈറോയിഡ്? തൈറോയിഡ് ഒക്കെ നമ്മുടെ മെറ്റബോളിസം അല്ലെ, നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അല്ലെ ജീവനൊക്കെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്, കൃത്യമായിട്ട് ഊർജം ഒക്കെ നമുക്ക് ലഭ്യമാക്കി തരുന്നത് എന്താണ്? നമ്മുടെ തൈറോയിഡ്, പാരാതൈറോയിഡിന്റെ ഗ്രന്ഥികളുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഊർജ്ജമൊന്നും കിട്ടില്ല, എപ്പോഴും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ ടെസ്റ്റുകൾ നോക്കിയേക്കാം എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് ഷുഗറും പ്രഷറൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ ക്ഷീണത്തിനൊക്കെ എന്താ കാരണം? ഒന്ന് തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ എന്തൊന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറയും, അറിയില്ലേ ഡോക്ടേഴ്സ്? ഓക്കെ, അത് അതിന്റെ കാരണം എന്താണ്? അതിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല ഊർജ്ജമുള്ളതാക്കി മാറ്റിയെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പീനിയൽ. എന്താണ് പീനിയൽ ഗ്രന്ഥിയുടെ പ്രത്യേകത? ഓക്കെ, നമ്മളിപ്പോ അല്ലെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ വരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തായിരിക്കും അനുഭവപ്പെടാം? ഉറക്കം അനുഭവപ്പെടും ഇല്ലേ? ഇനി ഉറങ്ങാത്തൊരവസ്ഥയാണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് ബാക്കി എന്തെങ്കിലും ഡിസീസസ് ആയിട്ട് അത് പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ പീനിയൽ ഗ്ലാൻഡ് ഒക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഉണർവും ഉറക്കവും ഒക്കെ തരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ അല്ലെ, ഉണർവും ഉറക്കമൊക്കെ തരുവാനായിട്ട് ആ ഗ്ലാൻഡ് ആണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള പീനിയൽ ഗ്ലാൻഡ് ആണ് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയി പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസുലിൻ അല്ലെ, ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. അതാണ് നമ്മുടെ പഞ്ചസാരയുടെ അളവിനെയൊക്കെ ക്രമീകരിക്കുന്നത്. തൈറോയിഡ്, പാരാതൈറോയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റബോളിസം അതിന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? പാരാതൈറോയിഡ്, തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഇതിന് കൃത്യമായിട്ട് നമുക്ക് പീനിയൽ ഗ്രന്ഥിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഉറക്കവും ഉണർവൊക്കെ ക്രമീകരിച്ചു തരുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഹൈപ്പോതലാമസ്. ഇതാണ് ഹൈപ്പോതലാമസിന്റെ പ്രത്യേകത. നമുക്ക് ആവശ്യത്തിന് ചൂടും കാര്യങ്ങളൊക്കെ താപനിലയൊക്കെ ആവശ്യമാണ് അല്ലെ, അതൊക്കെ ശരീരത്തിന് ക്രമീകരിച്ചു കൊണ്ട് നടക്കുന്നത് ഹൈപ്പോതലാമസിന്റെ പ്രവർത്തന ഫലമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഹൈപ്പോതലാമസ് അത് ബ്രെയിനില് അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഹൈപ്പോതലാമസ് ഗ്രന്ഥി കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടിയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റില്ല. അഡ്രിനാൽ. എന്താണ് അഡ്രിനാൽ ഗ്രന്ഥിയുടെ പ്രത്യേകത? ഓക്കെ അല്ലേ, ക്ലിയർ ചെയ്ത് പോകുന്നില്ലേ? അഡ്രിനാൽ ഗ്രന്ഥി ഓക്കെയാണ്. അഡ്രിനാൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനസികമായിട്ടുള്ള അല്ലെ കാര്യങ്ങളൊക്കെ, പിരിമുറുക്കങ്ങളൊക്കെ, ചിലപ്പോൾ നല്ല സന്തോഷവും എല്ലാ കാര്യങ്ങളൊക്കെ അഡ്രിനാൽ ഗ്രന്ഥിയാണ് അത് ഉത്പാദിപ്പിക്കുന്നത്. നമുക്കറിയാം ശരീരത്തിന് ഉത്സാഹവും ഉണർവൊക്കെ കിട്ടണമെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിൽ മാനസിക സ്ട്രെസ് ഫോർമാണ്.
മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറച്ച് കിട്ടും അല്ലെ. അഡ്രാഗ്രന്ഥിയാണ് അതിനൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ആ ഗ്രന്ഥിയാണ് നമ്മുടെ സമ്മർദ്ദത്തിനൊക്കെ ഒരു പരിധി വരെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, രക്തസമ്മർദ്ദം കേസ് രക്തസമ്മർദ്ദം മാനസിക സമ്മർദ്ദം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് അത് വഴിതിരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ എൻഡോക്രൈനോളജിസ്റ്റിലെ എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനങ്ങളൊക്കെ തേടേണ്ടതായിട്ട് വരുന്നു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹൈപ്പോതലാമസ് അല്ലെ, ഇവിടെ അഡ്രിനൽ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ഗ്ലാൻഡുകളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതേപോലെ വളർച്ച ഹോർമോണുകൾ അല്ലെ, അതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗ്ലാൻഡാണ് ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റ് നമുക്കറിയാം അല്ലെ, ലേഡീസിന്റെ ആണെങ്കിലും ജെന്റ്സിന്റെ ഒക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ആ ഹോർമോൺസ് ഒക്കെ കൃത്യതയോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്ത് മാത്രമാണ് റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ എല്ലാ ഹോർമോൺസും ശരീരത്തിന് ആവശ്യമാണ്. അതെല്ലാം കൃത്യമായിട്ടുള്ള ടൈമിലൊക്കെ അവൈലബിൾ ആക്കിയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ഭക്ഷണം മാത്രം കഴിച്ചത് കൊണ്ട് മാത്രം അല്ലെ നമുക്ക് എല്ലാ ഊർജ്ജം കിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെല്ലാം തന്നെ എന്ത് വേണം? ഊർജ്ജം കിട്ടുന്നതോടൊപ്പം തന്നെ ഗ്ലാൻഡുകൾ മതിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണം അല്ലെ. എല്ലാ ഗ്ലാൻഡുകളും പ്രോപ്പറായിട്ട് പ്രവർത്തിച്ചാലാണ് ശരീരം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വളർച്ചാ സമയത്ത് വളർച്ചാ ഹോർമോണുകളൊക്കെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യണം. അധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ബാലൻസിങ് ഒക്കെ ആയിട്ട് നിയന്ത്രിച്ചു പോകാനൊക്കെ അഡ്രിനൽ ഗ്രന്ഥിയൊക്കെ കൃത്യമായിട്ട് തന്നെ അതേ ടൈമിലൊക്കെ പ്രവർത്തിക്കണം അല്ലെ. എല്ലാ ഗ്ലാൻഡിലും എല്ലാ സമയത്തും പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ചിലപ്പോൾ സമ്മർദ്ദം കൂടുന്ന സമയത്തൊക്കെയാണ് അഡ്രിനൽ ഗ്രന്ഥിയിലെ അവിടെ നമുക്ക് കൺട്രോളബിൾ ആക്കി കൊണ്ടുതരാനായിട്ടുള്ള ഊർജ്ജമൊക്കെ തരുന്നത്. എല്ലാ തരത്തിലും നമുക്കറിയാം ഈ ഗ്രന്ഥികളുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് തന്നെ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്കറിയാം എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്. ഓർത്ത് വെക്കുക, ഹോർമോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് എവിടെയാണ്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ്. അപ്പൊ ഈ ഹോർമോണുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പല ഹോർമോണുകൾ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, ഹൈപ്പോതലാമസ്, പീനിയഡ്, തൈറോയിഡ്, പാൻക്രിയാസ്, അങ്ങനെയൊക്കെ കുറെ ഹോർമോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഡിസീസുകൾക്കൊക്കെ എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്. ഓവറീസ് ആൻഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അണ്ടാശയവും അല്ലെ നമുക്കറിയാം വിഷ്ണു അതുമായി ബന്ധപ്പെട്ട മലയാളം മീനിങ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡിസീസസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന ടൈമില് അല്ലെ അവരുടെ മെച്യൂരിറ്റി വരുന്ന ടൈമിലൊക്കെ തീർച്ചയായിട്ടും കൃത്യമായിട്ട് തന്നെ അല്ലെ ലേഡീസിനും അതേപോലെ ജെന്റ്സിനും അല്ലെ കുട്ടികളുടെ അഡൽട്ട് സ്റ്റേജുകളൊക്കെ കവർ ചെയ്ത സമയത്തൊക്കെ അതൊക്കെ വളർന്നു വരേണ്ട ടൈമിലൊക്കെ വളർന്നു വരേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല കേട്ടോ, വളർച്ചാ ടൈമിൽ മാത്രമല്ല അല്ലാത്ത ടൈമിൽ നമുക്കറിയാം അല്ലെ പ്രത്യുൽപാദന ശേഷി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹോർമോണിന്റെ എന്തെങ്കിലുമൊക്കെ അഭാവം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനമാണ് തേടേണ്ടി വരുന്നത്. ഓക്കെ നമുക്ക് ഒന്നിച്ച് അല്ലെ നമ്മൾ ഡോക്ടറൊക്കെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ജസ്റ്റ് അല്ലെ എൻഡോക്രൈനോളജി ഇതുമായി ബന്ധപ്പെട്ടുള്ള സേവനമാണ്. ജസ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി ഹോർമോണുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെയാണ്. They work closely with the specialist in ophthalmology, radiation oncology, surgery, obstetrics, then transplantation and other specialty areas to provide a multidisciplinary approach to a person's medical problem including. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവര് അല്ലെ ക്ലോസ്ലി നമുക്കറിയാം എൻഡോക്രൈനോളജി ഹോർമോണുകളുടെ വിശേഷങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇൻഡസ്ട്രി അല്ലെ എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ശരിയാവുന്നുള്ള അല്ലെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം മറ്റ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തോടൊപ്പം തന്നെയാണ് ഹോർമോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്ത് വേണ്ടത്. ഒപ്താൽമോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജറി, ഒബ്സ്റ്റെറ്റിക്സ്. ഒപ്താൽമോളജി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഐ വിഷൻ അല്ലെ
അപ്പൊ നമുക്കറിയാം, നമുക്ക് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അല്ലെ സേവനങ്ങളൊക്കെ തേടേണ്ടി വരുമോ, ഈ എന്റർപ്രനോളജിയുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ തന്നെ ആ സ്പെഷ്യലിസ്റ്റിന്റെയും കൂടി ഹാൻഡിലോട് കൂടിയിട്ടാണ് പരിഹരിക്കാനായിട്ട് സാധിക്കുക. റേഡിയേഷൻ ഓങ്കോളജി തീർച്ചയായിട്ടും നമുക്കറിയാം, എന്തെങ്കിലും ക്യാൻസർ ഡിസീസസുകളൊക്കെ ഈ ഒരു ഗ്രന്ഥികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും റേഡിയേഷൻ വെച്ച് കഴിച്ച് കളയേണ്ട, കരിച്ച് കളയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓങ്കോളജി വിഭാഗത്തിന്റെ കൂടി സേവനത്തോടൊപ്പമാണ് എന്റർപ്രനോളജിസ്റ്റിന്റെ സേവനങ്ങൾ തേടാനായിട്ട് സാധിക്കുക. സർജറി, ഒബ്സ്റ്റെറിക്സ് ഒക്കെ നമുക്കറിയാം, ഒബ്സ്റ്റെറിക്സ് വിഭാഗം നമ്മൾ കണ്ടതാണ് അല്ലെ. അവിടെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹോർമോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവറീസ് റെസ്റ്റ് അല്ലെ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവരുടെയും കൂടി സേവനത്തോടു കൂടിയിട്ടാണ് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് അതർ സ്പെഷ്യാലിറ്റി ഏരിയാസ് ടു പ്രൊവൈഡ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ടു എ പാസ് ആൻഡ് മെഡിക്കൽ പ്രോബ്ലംസ് ഇൻക്ലൂഡിംഗ്. ഓക്കെ, ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്കറിയാം, ജനിക്കുമ്പോൾ തന്നെ ചിലരൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സോട് കൂടിയിട്ടൊക്കെ ജനിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വളർച്ച വരുന്ന ടൈമുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തണമെങ്കിലൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അവരവരുടെ സേവനത്തോടൊപ്പം തന്നെ എന്റർപ്രനോളജിസ്റ്റിന്റെ സേവനത്തും കൂടി ലഭ്യമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഓക്കെ, ഡയബറ്റീസ് വരുന്ന അസുഖങ്ങൾ, ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷുഗറുമായി ബന്ധപ്പെട്ട അപ്പൊ ഈ ഹോർമോൺ അല്ലെ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് ക്ലിയർ ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഡയബറ്റീസ് പേഷ്യൻസ് തീർച്ചയായിട്ടും നമുക്കറിയാം ആ ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് അത് ഓക്കെ ആകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ, നമുക്കറിയാം ചിലപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് ചെല്ലുന്നത് ചിലപ്പോൾ എന്തെങ്കിലും മുറിവ് ഉണവാക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, മുറിവ് ഒരുപക്ഷെ കാലിന് മുറിവ് ഉണങ്ങുന്നില്ല, കൈക്ക് മുറിവ് ഉണങ്ങുന്നില്ല, മറ്റേ ടൈമിലായിരിക്കും ഡയബറ്റീസ് ഉള്ള പേഷ്യന്റ് അത് മനസ്സിലാക്കുന്നത്. then അങ്ങനെ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ ഹോർമോൺ ടെസ്റ്റിംഗ് നടത്തും അല്ലെ, പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഉത്പാദനം പെർഫെക്റ്റ് ആണോ, ഇൻസുലിൻ കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, പിന്നീടാണ് അല്ലെ, അപ്പൊ നമുക്കറിയാം കാലിന്റെ പരിക്കുകൾ മാറ്റാനായിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം തേടേണ്ടിയും വരും. ഹോർമോണുകളുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് ഹോർമോണുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്താണ് എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനങ്ങളും തേടേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം ഓർത്ത് ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറിന്റെ സേവനം ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത മറ്റു ഡോക്ടറിന്റെ സേവനം കൂടി നേടി വരികയാണെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. ന്യൂട്രീഷ്യൻസ് അല്ലെ, നമ്മളിപ്പോ വളർച്ചാ ഹോർമോൺ ശരിയാവുന്നില്ല, ഓക്കെ, വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ഒന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങളൊക്കെ തേടേണ്ടി വരും. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ കാൽഷ്യത്തിന്റെ കുറവ് അല്ലെ, എന്തൊക്കെയാണ് ഡിസോർഡർ അവിടെ അത്തരത്തിലുള്ള അല്ലെ സെന്റിപ്പോറൈസിസ്, കാൽഷ്യം ബോൺ ഡിസോർഡേഴ്സ്, എന്തെങ്കിലും മെലിഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ബോണുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെ കറക്റ്റ് ആയിട്ടൊക്കെ അവിടെ ഹോർമോണുകളൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നില്ല, എന്തെങ്കിലും അല്ലെ ബോണുമായി ഡിസോഴ്സസ് അല്ലെ എന്തെങ്കിലും വെല്ലുകളുടെയൊക്കെ വളർച്ച കാര്യങ്ങളൊക്കെ ഡിസോർഡർ ഒക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ തേടേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹോർമോൺ ഡിപ്പാർട്ട്മെന്റ് അല്ലെ അവിടെ എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനങ്ങൾ കൂടി തേടേണ്ടി വരുന്നു. പിറ്റ്യൂട്ടറി, ഗോണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം പിറ്റ്യൂട്ടറിയുടെ മറ്റു ഹോർമോണുകളൊക്കെ നല്ല കൺട്രോൾ ചെയ്ത് കൈകാര്യം ചെയ്ത് പോകുന്ന ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൈറോയിഡ് ഡിസോർഡേഴ്സ്, അതേമാതിരി തന്നെ ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻസ് ഒക്കെ നമുക്ക് അറിയാം. രണ്ട് അല്ലെ ചിലപ്പോ അല്ലെ ആണും പെണ്ണും കൂടി ആ ഒരു രീതിയിലുള്ള ജന്മന അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ നമുക്കറിയാം എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനങ്ങളൊക്കെ ആയിട്ട് തേടേണ്ടി വരുന്നു. ദെൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ എന്തെങ്കിലും മാറ്റിവെക്കുക ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ അത് വെക്കാം. ഹോർമോണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡിസീസസ് അല്ലെ അവിടെ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എൻഡോക്രൈനോളജിസ്റ്റിന്റെ സേവനങ്ങൾ തേടേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ചില പദങ്ങളൊക്കെ നിങ്ങൾക്ക് പുതുമയുള്ളതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെ, അവിടെ കാൽഷ്യം ബോൺ ഡിസോർഡേഴ്സ് എന്തെങ്കിലും എല്ലുകളുമായി ബന്ധപ്പെട്ട അല്ലെ എല്ലുകാലമൊക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ
എന്തെങ്കിലും ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെ, തീർച്ചയായിട്ടും അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഡിസിഷൻ എടുത്താൽ കൃത്യമായിട്ടാണ് ഡോക്ടറുടെ സേവനമൊക്കെ തേടിയിട്ട് വേണം അതൊക്കെ കൈകാര്യം ചെയ്യാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് ഡോക്ടേഴ്സിന്റെ മുമ്പിൽ കൊണ്ട് ചെല്ലുമ്പോൾ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ അവര് ഇന്ന രീതിയിൽ നിങ്ങൾ എൻഡോക്രിനോളജിസ്റ്റിന്റെ സേവനം തേടേണ്ടതായിട്ട് വരുമെന്ന് അല്ലെ, അവരെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫിസിഷ്യനെ കാണിച്ചാലും അല്ലെ നമ്മളുടെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഡോക്ടറിന്റെ സേവനം വരുമ്പോഴും തീർച്ചയായിട്ടും ആ ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് വിടും അല്ലെ, ഇന്ന ഡോക്ടറിന്റെ സേവനം വേണ്ടി വരുമെന്ന്. ഓക്കെ, അവിടെ പറഞ്ഞു വരുന്നത് ഇതാണ് കാൽഷ്യം ബോൺ ഡിസോർഡേഴ്സ്. കാൽഷ്യം ബോൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മതിയായ എല്ലുകളുടെ വളർച്ചയ്ക്കൊക്കെ മതിയായ രീതിയിൽ കാൽഷ്യം ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് കാൽഷ്യം നമുക്കറിയാം ചിലപ്പോൾ ഈ കാൽഷ്യം അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അല്ലെ എല്ലുകളുടെ വളർച്ച കുറവാണ് ശരിക്കും എടുത്ത് കാണിക്കുന്നത്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്നാണ് അതിന്റെ വേദനയുമായിട്ട് വന്നിരിക്കുന്നത് കാൽഷ്യം ബോൺ ഡിസോർഡേഴ്സ്. സോ അവിടെ തീർച്ചയായിട്ടും എല്ലുകളുടെ വളർച്ച അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലാതെ മെലിഞ്ഞ രീതിയിലേക്ക് ആവുമ്പോഴാണ് ഏത് എൻഡോക്രിനോളജിസ്റ്റിന്റെ സേവനം തേടേണ്ടി വരുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ഹോർമോൺ ഡിസീസസുകളുമായി ബന്ധപ്പെട്ട് നമ്മളപ്പോ സേവനമാണ് തേടേണ്ടി വരുന്നത്. ആ പേര് ഓർത്ത് വെക്കുക, എൻഡോക്രിനോളജിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഭാഗം ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ആ പേരുകളൊക്കെ ഓർമ്മയിലേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ജെറിയാട്രിക്സ് എന്താണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷന്റെ പേജിലൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി, ഒരു ലൈനായിട്ട് മാത്രമേ പറഞ്ഞു പോയുള്ളൂ. ഓക്കെ, വൃദ്ധരായ അല്ലെ കുറച്ചും കൂടി ഏജ് ഓവർ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ അവരൊക്കെ വയോജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വിവാഹമാണ്. തീർച്ചയായിട്ടും വയോജനങ്ങളുടെ വിവാഹം എന്ന് പറയുമ്പോൾ അവർക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ഡിസീസസ് ഉണ്ട്. അവര് നല്ല നടപ്പിലൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടൊക്കെ ആയിരിക്കും അല്ലെ. നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. വയോജനങ്ങളുടെ ഏജ് ഓവർ കഴിഞ്ഞും ചില അസുഖങ്ങളൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ, എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ സ്ട്രോക്ക് കുറെ ചിന്തിച്ചൊക്കെ ആലോചിച്ചു അല്ലെ, ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് സ്ട്രോക്ക് ഒക്കെ നമുക്കറിയാം നല്ല രീതിയിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ്. എപ്പോഴും ചിന്തിച്ചതെന്ന് മാത്രമല്ല ഉണ്ടാവും, അവരുടെ വെയിൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡൗൺ ആയി പോകുന്നത് കൊണ്ടാണ് എവിടെയെങ്കിലൊക്കെ ബ്ലോക്കുകൾ സംഭവിച്ച് സ്ട്രോക്ക് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. സോ നമുക്ക് നോക്കാം. This department is usually equipped with the doctors specialized in geriatric medicine, since the elderly suffer from a wide range of illness and seek treatment. Okay, wild aged ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, അത് ഓർത്ത് വെക്കുക. ജെറിയാട്രിക്സ് ഇറക്കി ചോദിച്ച് കാണാറുണ്ട്, കാരണം ആ ഒരു പദം വെച്ചുകൊണ്ട് അല്ലെ മെമ്മറിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി എക്വിപ്ഡ് വിത്ത് ഡോക്ടേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഇൻ ജെറിയാട്രിക് മെഡിസിൻസ്, സിൻസ് എൽഡർലി സഫർ അല്ലെ കുറച്ചും കൂടി ഏജ് ഓവറായ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് ഡിസീസസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ഡിസീസസ് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് അല്ലെ അവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. സോ ഇത് അവരെ ഏത് വിഭാഗത്തിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്? ജെറിയാട്രിക്സ് വിഭാഗത്തിലാണ് അവരുടെ സേവനങ്ങൾ ലഭ്യമാകുന്നത്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇതിൽ ലഭ്യമാകുന്നത്? പ്രധാനമായിട്ട് നമുക്കറിയാം സ്ട്രോക്ക്. ഓക്കെ, ഒരു പേഷ്യന്റ് ഇൻ കേസ് പെട്ടെന്ന് അവർക്ക് അല്ലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് എടുക്കാൻ പറ്റുന്നില്ല, കൈ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ അവിടെ തീർച്ചയായിട്ടും ജെറിയാട്രിക് വിഭാഗത്തിൽ കൊണ്ടുവച്ചിടുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. ഓക്കെ, തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലെ നമ്മുടെ വയോജനങ്ങളൊക്കെ കൃത്യമായിട്ട് അവര് മര്യാദയ്ക്ക് അത് കുത്താനായിട്ടാണ് അല്ലെങ്കിൽ കൈ എടുക്കാത്തത് കൊണ്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മള് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അവർ ആദ്യം തന്നെ അവർ പറയുന്ന പൊസിഷനിലേക്ക് കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവരെ ശ്രദ്ധിക്കുന്നത്. സോ പ്രധാനമായിട്ട് മൂക്കിലേക്കൊക്കെ അവരുടെ ചൂല് വിരലുകളൊക്കെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അവർ നോട്ട് ചെയ്യും.
സോ അപ്പൊ അത്തരം വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വയോജനങ്ങളെ കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെന്റ് അല്ലെ അവിടെ ഡയഗ്നോസ് ചെയ്ത് രോഗനിർണയം നടത്തുന്നത്. സോ അവർക്ക് കൃത്യമായിട്ടൊക്കെ അത് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കേസാണ്. പക്ഷെ ഇത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. സോ നെർവുകളിലൊക്കെ എവിടെയെങ്കിലൊക്കെ ബ്ലഡുകളൊക്കെ അല്ലെ അവരുടെ ഫ്ലോക്ക് ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. സോ അത് പരിഹരിക്കണം അല്ലെ ആ നെർവ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ആക്കണം നോർമലൈസ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറിന് അത് നിർദ്ദേശിക്കാനാണ് സാധിക്കും. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് പക്ഷാഘാതം അല്ലെ അവിടെ പക്ഷാഘാതം സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ഡോക്ടറിന്റെ സേവനങ്ങൾ നേടിയെടുക്കുക അല്ലെ എവിടെയെങ്കിലും ബ്ലോക്കുകൾ സംഭവിക്കുമ്പോൾ രക്തയോട്ടം നിലച്ചു പോകുമ്പോഴാണ് തീർച്ചയായിട്ടും സ്ട്രോക്കുകൾ സംഭവിക്കുന്നത് അല്ലെ ഒരു വശമൊക്കെ തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ടൈമുകളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവര് കറക്റ്റ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്ത് ആ ബ്ലോക്കിനെ കൺട്രോൾ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ ഇപ്പൊ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട ഡിസീസുകൾ പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട ഡിസീസുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ ഉണ്ടാവില്ലേ? എല്ലാ ഭക്ഷണവും വയോജനങ്ങൾക്ക് കഴിക്കാനൊക്കെ പറ്റുമോ? അല്ല അല്ലെ പലപ്പോഴും ഗ്യാസ് ട്രബിളും എന്തെങ്കിലുമൊക്കെ അല്ലെ എന്ത് കഴിച്ചാലും അവർക്ക് ചിലപ്പോൾ ശരീരത്തിന് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഗ്യാസ് കയറിയെന്നായിരിക്കും അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്കറിയാം കുറച്ച് ഏജ് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് അല്ലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ശേഷികൾ അല്ലെ മസിലുകൾക്കും കാര്യങ്ങൾക്കൊക്കെ അവിടെ ഒരു പേശിക്കുറവുകൾ അല്ലെ ഒരു ശേഷിക്കുറവ് വരുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അതിന്റെ മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ഡയബറ്റീസ് നമുക്കറിയാം പ്രമേഹം കാര്യങ്ങളൊക്കെ അല്ലെ കുറച്ചും കൂടി മൂർച്ഛിച്ചു വരുന്നത് ഈ ഏജ് കുറച്ചും കൂടി കവർ ചെയ്ത് കഴിയുമ്പോഴാണ് അല്ലെ പറഞ്ഞ പാൻക്രിയാസ് ഗ്രന്ഥികളുടെ ഒക്കെ ഉത്പാദന ശേഷിയൊക്കെ കുറഞ്ഞു വരുന്ന ടൈമുകളിലൊക്കെ ഈ പറഞ്ഞ ഡയബറ്റീസ് അസുഖങ്ങളൊക്കെ അവിടെ എടുത്ത് ചാടി വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ലോക്കോമോട്ടസ് പ്രോബ്ലം എന്ന് പറയുന്നത് ചലനശേഷി കൃത്യമായിട്ട് അവർക്ക് പോകേണ്ടടുത്തൊക്കെ ചലിക്കാനായിട്ടൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അതെല്ലാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം. അതിന് അല്ലെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട ഡീലിങ്സുകൾ അത് കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കാനും പരിഹരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതേപോലെ തന്നെ സിൻകോപ്പ് ബോധക്ഷയം അല്ലെ ബോധക്ഷയം ഇടയ്ക്കിടയ്ക്കൊക്കെ ബോധം പോകുന്ന ഒരവസ്ഥയൊക്കെ അല്ലെ അത് ചിലപ്പോ പറഞ്ഞ മാത്രമേ ആവശ്യത്തിന് അല്ലെ നമ്മളുടെ എല്ലാ നെർവുകളും വെയിനുകളൊക്കെ വളരെ വീക്കാവുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചു പോകുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റും. ദെൻ ബോൺ ഡിസീസസ് നമുക്കറിയാം അസ്ഥികളുമായി ബന്ധപ്പെട്ട ഇതിനൊക്കെ ക്ഷയിച്ച് വരുന്ന അവസ്ഥയാണ് അല്ലെ. എവിടെയെങ്കിലും നമുക്കറിയാം പ്രായമായവര് പ്രത്യേകമായിട്ട് നമുക്കറിയാം പ്രായമായവരൊരു വീഴ്ച ചിലപ്പോൾ വേണമെങ്കിൽ അതുകൂടി അവരുടെ അല്ലെ എന്താ പറയാ പിന്നീട് അവർക്ക് എണീറ്റ് പൊങ്ങി റിക്കവർ ചെയ്ത് പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രായം കുറഞ്ഞ ഒരു കുട്ടികളൊക്കെയാണ് വീഴുന്നതെങ്കിൽ ഒടിവുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ കുഴപ്പമില്ലാതൊക്കെ എല്ലുകളൊക്കെ കൂടി വലിയ പ്രശ്നമില്ലാതൊക്കെ അവരെ ഒരു മാസം 1.5 മാസമൊക്കെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ എനിക്ക് പോരാൻ സാധിക്കും. പക്ഷെ പ്രായമുള്ളവരാണെങ്കിലോ അങ്ങനെ എളുപ്പത്തിൽ സുഖമാകുമോ? അതിന്റെ ചാൻസ് കുറവല്ലേ? യെസ്. അപ്പൊ അതാണ് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആവണമെന്ന് പറയാനായിട്ടുള്ള കാരണം ഇങ്ങനെയൊക്കെയുള്ള വരാൻ സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ എല്ലാത്തിനും ഒരു കുറച്ചും കൂടി എന്താ പറയാ ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥകളാണ്. അത് വെയിൻ ആണെങ്കിലും നെർവാണെങ്കിലും ഇൻ കേസ് എന്താ പറയാ എല്ലുകളാണെങ്കിലും എല്ലാത്തിലും യെസ് ലോക്കോമോട്ടോർസ് പ്രോബ്ലംസ് ചലനശേഷി പ്രശ്നങ്ങള് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നത് അറ്റ് എ ടൈമിലാണ്. സോ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്കറിയാം സാധാരണ ഫിസിഷ്യൻസിന്റെ സേവനത്തിനേക്കാൾ അപ്പുറം ജെറിയാട്രിക്സ് വിഭാഗത്തിന്റെ സേവനം തേടുകയാണെങ്കിൽ അവരെ എപ്പോഴും ഇത്തരത്തിലുള്ള രോഗികളെ കണ്ടുകൊണ്ട് അല്ലെ അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് സ്കിൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള ബോധക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അല്ലെ നമുക്കറിയാം ആവശ്യത്തിന് ഓക്സിജൻ ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ശ്വസിച്ചു പോകാനായിട്ട് പറ്റുന്ന വരില്ല അല്ലെ. അത് എല്ലാ ശരീരത്തിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ പെട്ടെന്ന് പറ്റുന്നു. ഇപ്പൊ ചിലപ്പോ ഒക്കെ അവര് ബോധം പോകുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ നമുക്കറിയാം എയർ ബാലൻസ്
ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ ശേഷിക്ക് കുറവ് സംഭവിക്കുന്നതാണ്. ചലനശേഷി കുറവ്, ബോധക്ഷയം വരാനുള്ള അവസ്ഥ, സ്ട്രോക്ക് നമ്മൾ പറഞ്ഞവരൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ എവിടെയെങ്കിലൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന അവസ്ഥ, ഗ്യാസ്ട്രോഎൻട്രോളജി ദഹന പ്രക്രിയകളൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ ദഹന പ്രക്രിയകളൊന്നും നടക്കുന്നില്ല, ഡയബറ്റീസ് അസുഖങ്ങളൊക്കെ ഡെവലപ്പ് കുറച്ചും കൂടി മൂർധന്യാവസ്ഥയിലൊക്കെ വരുന്ന സ്റ്റേജിൽ, കാരണം പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഉത്പാദനശേഷി കുറവുകളൊക്കെ വരുന്നത്. ഓക്കെ, എല്ലാത്തിനും ഇങ്ങനെ പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യത വരുന്നത് നമുക്കറിയാം. ഏജ് ഓവർ ആവുമ്പോൾ നമ്മുടെ ബോഡി തന്നെ നമ്മളിപ്പോ കുറച്ച് ഗ്രന്ഥികളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. അപ്പൊ ആ ഗ്രന്ഥികളൊക്കെ കൃത്യമായിട്ട് തന്നെ അതൊക്കെ കുറച്ച് അല്ലെ അതിന്റെ ശേഷിയൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് അല്ലെ. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും ശേഷി കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബ്ലഡ് ക്ലോട്ട് ആവുന്ന അവസ്ഥയാണ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ആവുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അല്ലെ, ഏത് ഭാഗത്താണ് ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുന്നത് അപ്പോൾ ആ ഭാഗം എന്താണ് അവിടെ ചലനശേഷി ഇല്ലാതെ ഇത് അല്ലെ പക്ഷാഘാതം വന്ന് ചലനശേഷി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആയി മാറുന്നു. ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്ന അവസ്ഥയെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് അറ്റ് എ ടൈമിൽ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇഞ്ചക്ട് ഒക്കെ ചെയ്ത് ബ്ലഡിന്റെ ആ ഒരു പാസേജ് ബ്ലോക്ക്ഡ് ആവുന്ന ഒരു കാര്യത്തിന് റിമൂവ് ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുക, ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്ലോ ചെയ്തിട്ട് തന്നെ ആ ഒരു എന്താ പറയുക സ്ട്രോക്ക് വരുന്ന പക്ഷാഘാതം വരുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഇംപ്രൂവ് ആക്കി അവർക്ക് ചലനശേഷി ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ സ്ട്രോക്കിന്റെ ഡിസീസസ് വയോജനങ്ങൾക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ കുറച്ചെങ്കിലും അല്ലെ നമുക്കറിയാം നേരത്തെ കൂട്ടി കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഡോക്ടേഴ്സ് ആദ്യം തന്നെ ഈ വയോജനങ്ങളുടെ ഒക്കെ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർ ആദ്യം തന്നെ കൈ ഉയർത്തി മുട്ടിലോട്ടൊന്ന് വെച്ച് നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ അവർ അളക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് അല്ലെ ബ്ലഡ് സർക്കുലേഷനോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയെങ്കിലും അത് കൃത്യതയോട് കൂടിയിട്ട് പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ, നെർവുകൾക്ക് എന്തെങ്കിലും സംതിങ് റോങ് സംഭവിക്കുന്നുണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവരുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നമുക്കറിയാം മെഡിസിൻസ് ഒക്കെ ഇവർക്ക് കൊടുക്കും. ഓക്കെ, അതൊക്കെ റെഗുലർ ആയിട്ട് കഴിക്കണമെന്ന് നിർദ്ദേശിക്കും. അതേസമയം എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തിവെക്കണം എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇവർ ഇന്ന മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓക്കെ നമ്മുടെ ക്ലിയർ ആയാലും ഞാൻ സംശയത്തിന്റെ പേരിലാണ് എന്ന് വിചാരിച്ചു നോക്കിയായിരുന്നു. പക്ഷെ വേറെ എന്തോ മെസ്സേജ് ആണ് വന്നത്. ഓക്കെ, സംശയമല്ലായിരുന്നു, സംതിങ് ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യമാണ് ഷെയർ ചെയ്തത്. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി നിർത്തിയേക്കാം. അതായത് ഞാൻ പറഞ്ഞു സ്ട്രോക്കുകൾ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഈ ടൈമിൽ കൂടുതലാണ്. കാരണം നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ചിലപ്പോൾ ഡൗൺ ആയി പോകാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. സോ സംതിങ് എന്തെങ്കിലുമൊക്കെ അല്ലെ നമ്മള് ലക്ഷണങ്ങൾ കാണുമ്പോൾ ഡോക്ടേഴ്സിന്റെ ജെറിയാട്രിക് വിഭാഗത്തിന്റെ സേവനങ്ങൾ തേടുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ഒക്കെ അവർ കൊടുക്കും. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല ഫ്ലോ ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ വരുന്നു. സ്ട്രോക്കിനൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ടൊക്കെ സാധിക്കുന്നു. ഞാൻ അറ്റേ ടൈമിൽ കുറെ നിർദ്ദേശങ്ങളും അവർ പങ്കുവയ്ക്കും കേട്ടോ. കാരണം എന്തെങ്കിലും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇന്ന മെഡിസിൻസ് ഒന്നും കൊടുക്കരുതെന്ന് കൃത്യമായിട്ട് തന്നെ അവർ ഷെയർ ചെയ്യും. കാരണം നമുക്കറിയാം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് അവർ അല്ലെ അവിടെ കൃത്യമായിട്ട് നിർദ്ദേശിക്കുന്നത്. സോ അത്തരത്തിലുള്ള ബ്ലഡ് ഒരുപാട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മുറിവുകളൊക്കെ വരുമ്പോൾ അവിടെ നിർത്തിവെക്കണമെന്ന് അവരെ ഇൻഫോർമേഷൻ തരുന്നത്. ഓക്കെ, സ്ട്രോക്കിനെ കുറിച്ചിട്ട് ഏകദേശം കിട്ടിയോ? ഓക്കെ, അപ്പൊ വയോജനങ്ങളൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടി കെയർ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളും അങ്ങനെ അവസ്ഥയിലൊക്കെ ആവാനായിട്ടുള്ള സാധ്യത അല്ലെ ഉള്ള കാര്യം തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള വിഭാഗം അല്ലെ ജെറിയാട്രിക്സ് വിഭാഗം ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. കാരണം നമ്മൾ മറ്റു ഫിസിഷ്യനൊക്കെ കാണുന്നതിനേക്കാളും ബെറ്റർ കുറച്ചും കൂടി അല്ലെ ജെറിയാട്രിക്സ് വിഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കുന്നതായിരിക്കും എളുപ്പത്തിന് നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് സൗകര്യം. Okay, this department also provides a range of community services such as mobility therapies units, palliative care, and this department is often connected with the other community centers. Okay,
തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഡിപ്പാർട്ട്മെന്റ് നല്ല അല്ലെ, നമുക്കറിയാം ജെറിയാട്രിക് വിഭാഗത്തിന്റെ സേവനങ്ങളൊക്കെ കൂടുതലായിട്ട് കുറെ കമ്മ്യൂണിറ്റി സെന്റേഴ്സുകളൊക്കെ ഉണ്ട് അല്ലെ. മൊബിലിറ്റി തെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഇതൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ്. സോ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു സേവനങ്ങൾ അവർക്ക് അവൈലബിൾ ആണ്. സോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനത്തോട് കൂടിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ജെറിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ടായിരിക്കും ഇവരൊക്കെ ശുശ്രൂഷകളെ ഇവരെയൊക്കെ മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി സർവീസ് അല്ലെങ്കിൽ ഹോം മൊബിലിറ്റി തെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി സേവനമാണ് ഇവിടെ കരസ്ഥമാക്കുന്നത്? ഓർത്തിരിക്കുക, ജെറിയാട്രിക്സ് വിഭാഗത്തിന്റെ. ഓക്കെ അല്ലേ? ഓക്കെ, വായിച്ചിട്ട് വരാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മൾ ഒരുപാടൊന്നും എടുത്തില്ല, 3 ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോ വായിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. നമുക്ക് എന്തോ ഒരു മെസ്സേജ് ഹോസ്പിറ്റലൈസിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയില്ല. നമുക്ക് നെക്സ്റ്റ് ഡേയില് കണ്ടിന്യൂ ചെയ്യാം കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.